സലീം മാലിക് തുടർന്നു. സലീം മാലിക്, ഇപ്പോൾ SFIO അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ CPM-ന്റെ വരും ദിവസങ്ങളിലെ പ്രതിരോധം എങ്ങനെയായിരിക്കും? സ്വാഭാവികമായി ROC അന്വേഷണത്തിൽ നിന്ന് കുറച്ചുകൂടി ഗൗരവതരമായ ഒരു സ്വഭാവത്തിലേക്ക് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തുടക്കം മുതൽ മാസപ്പടി വിവാദത്തിൽ ഒളിക്കാൻ ഒന്നുമില്ല, കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കം ഒരു പ്രതിരോധത്തിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? സുഹൈൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ SFIOയുടെ അന്വേഷണം വരുന്ന ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രി ഏറെ നാളിന് ശേഷം, അതല്ലെങ്കിൽ മാധ്യമങ്ങൾ പോലും ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞിരുന്ന മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഇക്കാര്യം സംസാരിച്ച അതേ ദിവസമാണ് SFIO ഈ കേസിൽ അന്വേഷണത്തിനായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിയമസഭയിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അല്ലാതെ ക്ഷുഭിതനായി തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ആദ്യം തന്റെ ഭാര്യയെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടന്നിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മകളിലേക്കായി. പക്ഷേ തനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, തന്റെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും വന്നോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, തന്റെ ഭാര്യയ്ക്ക് കിട്ടിയ റിട്ടയർമെന്റ് പണത്തിൽ നിന്നാണ് ഈ എക്സാലോജിക്കിന്റെ പ്രാഥമിക നിക്ഷേപം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ഇനി വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, CPIM-ഉം ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുണ്ട്. കാര്യം, ആദ്യഘട്ടത്തിൽ വീണ വിജയനെ പ്രതിരോധിക്കേണ്ടതില്ല, പകരം വീണ വിജയനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കും എന്നൊരു നിലപാടായിരുന്നു CPIM എടുത്തത്. പക്ഷേ ഇനി ആ നിലയിൽ മാത്രം തുടർന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് SFIOയുടെ അന്വേഷണം. അതീവ ഗൗരവമുള്ള ഒരു അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. നിലവിൽ തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായ വകുപ്പുകൾ ROCയുടെ തന്നെ ഉണ്ട്. അതിൽ തന്നെ തടവും പിഴശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും CMRLന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നുള്ള ഒരു കണ്ടെത്തലും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും SFIO അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ആ കണക്ക് പുസ്തകങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ നിർബന്ധിതമാകും. SFIO ആവശ്യപ്പെട്ടാൽ കണക്കുകളും മുഴുവൻ രേഖകളും ഹാജരാക്കേണ്ടി വരും. അത് ഹാജരാകാത്ത പക്ഷം വലിയ നിലയിലേക്ക് നടപടിയെടുക്കാനുള്ള അധികാരമൊക്കെ ഉള്ള ഏജൻസിയാണ് SFIO. ആ നിലയിൽ കൂടി ഗൗരവത്തോടുകൂടി തന്നെ ഈ അന്വേഷണത്തെ കാണേണ്ടതാണ്. പ്രധാനമായും സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് CMRL എന്നുള്ളത് കൂടിക്കൊണ്ട് തന്നെ അതിന്റെ റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ ബോർഡിനെ അറിയിക്കണമെന്നുള്ള ഒരു ചട്ടമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് CMRL ബോർഡിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ROCയുടെ റിപ്പോർട്ടിൽ അത് എടുത്തു പറയുന്നുണ്ട്. സെക്ഷൻ 188-ന്റെ ലംഘനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു എന്ന നിലയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദ അന്വേഷണം വേണമെന്നൊരു റിപ്പോർട്ട് ROC സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ കണ്ടെത്തലുകൾ കൂടി ഇവർക്ക് ഈ SFIOയുടെ അന്വേഷണത്തിലെ പ്രധാന പോയിന്റായി നിൽക്കുകയും ചെയ്യും. ആ നിലയിൽ CPIM-നെയും മുഖ്യമന്ത്രിയെയും വല്ലാതെ ഈ SFIO അന്വേഷണം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാമെങ്കിലും SFIOയുടെ അന്വേഷണത്തെ അങ്ങനെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CPIM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും മറുപടി പറയുമോ എന്നുള്ളത് നോക്കിക്കാണണം. മാത്രമല്ല, നാളെ വീണ്ടും നിയമസഭ ചേരുന്നുണ്ട്. നിയമസഭയിൽ ഈ വിഷയം വന്നാൽ ഇന്ന് പറഞ്ഞതുപോലെ തന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളൊരൊറ്റ വരി കൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. അതല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ആയുധമാണ് എന്ന് മാത്രം പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. സുഹൈൽ. സലീം മാലിക്, 1,72,00,000 രൂപ സോഫ്റ്റ്വെയർ സേവനത്തിനായി എക്സാലോജിക് എന്ന കമ്പനി CMRL നിന്ന് വാങ്ങിയതിൽ തുടങ്ങുന്ന മാസപ്പടി വിവാദം തുടക്കത്തിൽ ROC അന്വേഷണത്തിലേക്ക് പോകുന്നു. ROC ഘട്ടത്തിൽ കണ്ടെത്തിയ പ്രധാന ക്രമക്കേടുകൾ എന്തൊക്കെയായിരുന്നു? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രിവ്യൂയിലേക്ക് കേസ് വരുമ്പോൾ അവരിനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുക? ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? സുഹൈൽ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം SFIO അതീവ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ച് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവർ എവിടെ നിന്ന് തുടങ്ങും, ഏതിൽ നിന്ന് തുടങ്ങുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ ഈ ROC ഉൾപ്പെടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ അവർ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെങ്കിലും അവർ ആദ്യം മുതൽ തന്നെ അന്വേഷിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ നാൾ വഴികൾ ഉൾപ്പെടെ പരിശോധിച്ച് അതിൽ നിന്ന് തുടക്കം മുതൽ ഒരു അന്വേഷണമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. മാത്രമല്ല, ED അന്വേഷണ സാധ്യതകളിലേക്ക് കൂടി വഴി തുറക്കുകയാണ് എന്നുള്ളതാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സ്വാഭാവിക
സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഒരു അന്വേഷണം. പക്ഷേ അത് ആ കംപ്ലൈന്റിന്റെ കൂടി അടിസ്ഥാനത്തിലാവും ഇ ഡി കേസെടുക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ഗുരുതരമായി തന്നെ ഈ SFIയുടെ അന്വേഷണത്തെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ്. നിലവിൽ നിയോഗിച്ചിരിക്കുന്ന 3 ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിലും തുടരന്വേഷണം ശുപാർശ ചെയ്തിരുന്നു. മാത്രമല്ല സെക്ഷൻ 212 പ്രകാരം SFIയെ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ആയുധമാണ് എന്ന് CPIM പറയുമ്പോൾ ഈ കണ്ടെത്തലുകൾ സ്വാഭാവികമായി അന്വേഷണം നടത്തിയ 3 പേർ, ആ 3 പേരും തുടരന്വേഷണം ശുപാർശ ചെയ്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന്റെ ചട്ടപ്രകാരം നടപടി പ്രകാരം SFIയെ ശുപാർശ ചെയ്യാമെന്നുള്ളത് ഒരു വസ്തുതയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറും രാഷ്ട്രീയ ആയുധമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് എന്നുള്ളത് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല കമ്പനി നിയമം, ഒപ്പം ഫോറൻസിക് ഓഡിറ്റിംഗ്, IT, നികുതി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരുടെ ഏജൻസിയാണ് SFIO. അതുകൊണ്ട് തന്നെ 6 അംഗ സംഘം അത് ഓരോരുത്തരും ഓരോ നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. അവരുടേതാവുമ്പോൾ അവരെ അങ്ങനെ എളുപ്പത്തിൽ കബളിപ്പിക്കുക കഴിയില്ല. മാത്രമല്ല നേരത്തെ ഈ ROC ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ പ്രധാനപ്പെട്ട രേഖകളൊന്നും ഹാജരാക്കിയിരുന്നില്ല. GST അടച്ചതിന്റെ രേഖകൾ മാത്രമായിരുന്നു ഹാജരാക്കിയിരുന്നത്. ഇനി ആ നിലയിൽ തന്നെ രേഖകൾ അത്രയും ഈ GST രേഖകൾ മാത്രം ഹാജരാക്കിയത് കൊണ്ട് കാര്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ കുരുക്കിലേക്ക്, കൂടുതൽ ഗുരുതരമായി തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിരോധത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. സലീം മാലിക്, ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. വലിയ സംഖ്യകളുടെ ഇടപാടുകളിലൊക്കെ വരുന്ന ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി. സ്വാഭാവികമായും മാസപ്പടി വിവാദം എന്ന് പറയുന്ന 1 കോടി രൂപ 75 ലക്ഷം രൂപയുടെ പരിധിയിൽ വരുന്ന, അതിപ്പോൾ മാസപ്പടി വിവാദം എന്ന പേരിൽ ഒരു വിവാദമായതുകൊണ്ട് മാത്രം അത്തരത്തിൽ 1 കോടി 75 ലക്ഷം രൂപയുടെ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ഇടപാടാണ്. ഈ കേസിലേക്ക് ROCയുടെ ഒരു പ്രൈം അന്വേഷണം അവിടെ നടക്കുന്നു. ഒരു ചെറിയ ചട്ടലംഘനങ്ങൾ അവിടെ കണ്ടെത്തുന്നു. ഈ ചട്ടലംഘനങ്ങൾ കണ്ടെത്തി ഉടൻ തന്നെ വളരെ വേഗത്തിൽ, ത്വരിത വേഗത്തിൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് കാര്യങ്ങൾ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. ഒരു മാസങ്ങൾക്കകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നു. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയത്തിന്റെ പോർമുഖം തുറന്നിടാൻ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ എളുപ്പമല്ലേ? സുഹൈൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ആയുധമാണ് എന്ന് ഒരു വാദത്തിന് വേണ്ടി CPIMന് പറയാൻ കഴിയും. മാത്രമല്ല സ്വാഭാവികമായും അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അത് കേന്ദ്രത്തിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആ നിലയിൽ മാത്രം പ്രതിരോധിക്കുക സാധ്യമല്ല. മാത്രമല്ല BJPക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ BJPക്കും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഫാക്ടർ അവിടെയുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി എല്ലാ ഏജൻസികളും, നിലവിൽ 3 ഏജൻസികൾ തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്താൽ സ്വാഭാവികമായും SFIOയ്ക്ക് ഈ കേസ് കൈമാറാമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ പോർമുഖം തുറന്നിടാൻ വേണ്ടി മനഃപൂർവ്വമായി കേന്ദ്രം ശ്രമിക്കുന്നതാണ് എന്നുള്ളത് CPMന് വേണമെങ്കിൽ ഒരു പ്രതിരോധം മുന്നോട്ട് വെക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് വലിയ നിലനിൽപ്പില്ല. കാരണം ഈ നേരത്തെ തന്നെ 3 അന്വേഷണ ഏജൻസികളും തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്തൊരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ചെയ്യുന്നത്. മാത്രമല്ല അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ നിലയിൽ അങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്നവരല്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സുഹൈൽ.